സോ വാച്ച് ഡോഗ് 2ൻ്റെ 19ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. സ്ട്രെസ്ലെസ് ഗെയിമർ ഹിയർ. ആൻഡ് ഇത്രയും നാളും എല്ലാ വീഡിയോസ് ആരെങ്കിലും കണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഓക്കെ, ഈ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ മറക്കണ്ട. ഓക്കെ, ഐ ഹോപ്പ് യു ഹാഡ് എ ഗുഡ് ഡേ. നമുക്ക് ഗെയിമിലോട്ട് എടുക്കാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഞാൻ കാർ ഓൺ ഡിമാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കാശ് മേടിക്കാണ്ട് ഇതൊക്കെ ഒപ്പിക്കാമെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദ തിങ് ഈസ്, നമുക്കിതൊക്കെ കിട്ടും. ഓക്കെ, ഇതൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ പോയത് ഇനി എടുക്കണം, അന്നേരം അത് അൺലോക്ക് ആവുള്ളൂ. എനിവേ, ഞാൻ ഒരു കാര്യം ചെയ്യാം. കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി പോയി എടുക്കാം. I can assure you there's no way the trailer's getting out. Can you assure me? After what happened with Unity, Syndicate, Osiris? Our security has never been tighter. If this leaks, you can go ahead and fire me. I don't think I haven't considered that. Pop quiz, guys. What does every gaming website love most? Being considered journalism? Leaks. They pay through the nose for them, especially if it's a leak from one of the big studios like, oh, I don't know, Ubisoft? Marcus, don't What? toy with my fragile heart. What do you got? Just a lead. New game trailer from UB San Francisco. I can smell all those followers we'd nab. Yeah, I'll see if I can fit a Ubisoft heist into my schedule. Oh, come on. It's dead already. ഇനിയും പോയി യൂബിസോഫ്റ്റിനെ ഹാക്ക് ചെയ്യണോ? വർത്ത് ഇറ്റ് ബ്രോ. ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്? യൂബിസോഫ്റ്റിനെ കുറിച്ച് പറയണമെങ്കിലേ, ആക്ച്വലി യൂബിസോഫ്റ്റിനെ കുറിച്ച് പറയണമെങ്കിൽ വളരെ ദാരിദ്ര്യമാണ്. അവരവരുടെ പൊളിറ്റിക്കൽ അജണ്ട എടുത്തിട്ട് ഗെയിമിലോട്ട് കുത്തിക്കയറ്റി ആർക്കും ഇപ്പോൾ ഗെയിം കളിക്കണ്ട. അപ്പോൾ എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്തു, ഗെയിം കളിക്കാൻ ഇങ്ങനെയാണെങ്കിൽ താല്പര്യമില്ലാതെ. അപ്പോൾ അവർ പറഞ്ഞു ഗെയിം കളിക്കേണ്ടത്, അതാരിപ്പോൾ ആരും ഗെയിം കളിക്കണ്ട. ഇപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ആരും ഗെയിം കളിക്കാത്തത് അത് ശരിയല്ല. എന്തൊക്കെയോ ചീന് നാറുണ്ട് ഗ്യാസുകൾ. മിക്കവാറും അവരത് വിൽക്കും. The sky is not the limit for Galilei. The space company's rocket boom continues in San Francisco as another batch of rockets is set to launch today. These rockets contain satellites, although the space exploration firm has declined to disclose the purpose of these satellites, claiming it would be a breach of national security. അതിപ്പോൾ പുതിയൊരു കാര്യമൊന്നുമില്ല. ഗവൺമെൻറ് എല്ലാ നേരം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. സോ ഗൈസ്, ഇവിടെ ഉണ്ട് സാധനം. ആൻഡ് നമ്മൾ ഇതുവഴി കയറണം. അവിടേക്ക് എങ്ങനെ പോകുമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല, പക്ഷെ ഇതിവിടെ ഉണ്ട് സാധനം. ഞാൻ നോക്കട്ടെ. യോ, ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഈ കാറിനി ഈ കാർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പുറകിലുള്ള സാധനം ഇനി അത് റിവേഴ്സ് എടുത്താൽ പോരെ? റിവേഴ്സ് ഇത് ഒന്നുകൂടി കംപ്ലീറ്റ് ചെയ്തു. അതവിടെ ഇരുന്നോളൂ. ഓക്കെ, അപ്പോഴത്തേന് ഇപ്പോൾ ഇത് അൺലോക്ക് ആവും. ഇനി അൺലോക്ക് ആവാൻ നേരത്ത് ഇതിൻ്റെ അപ്പുറത്ത് പറഞ്ഞുകൊണ്ട് തുറക്കണേ കൊണ്ടായിരുന്നു. സോ ഗൈസ്, ഇവിടെ ഉണ്ട് സാധനം. ഞാൻ മാപ്പിൽ കാണിച്ചു തരാം. ഇതെവിടെയാണ് സാധനം. ഇവിടേക്ക് വരാം. ഇവിടെ വെച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം. ഈ വഴി മറ്റേ ജമ്പർ ഉപയോഗിച്ച് കയറാം. RC ജമ്പർ അവിടെ ഉണ്ടോ? ആ, ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴി കയറുകയും ചെയ്യാം. ഓക്കെ, ഇവിടെ കുറേ കാറുകളുണ്ട്. എല്ലാം നൈസ് കാറുകളൊക്കെ ഇട്ടാ. പക്ഷേ ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് കാറ് ഇവിടെയാണെന്നാണ് പറയണേ. നമ്മുടെ ജമ്പറിനെ തിരിച്ചിരിക്കുക. ആൻഡ് ഹിയേഴ്സ് അവർ പ്രൈസ് പൊസിഷൻ. ഈ കാറിൻ്റെ ഒടുക്കത്തെ സ്പീഡാണെന്ന് പറയണേ. കുഴപ്പമില്ലെന്ന് തോന്നണല്ലേ? ഇതിന് ഏത് സ്പോർട്സ് വെഹിക്കിളാന്ന് തോന്നുന്നത്.
എനിക്കറിയില്ല ഇത് ഏത് വെഹിക്കിളാണ്. സോ ഗൈസ് ഞാനൊന്ന് ഹൈവേയിൽ കയറ്റി നോക്കാമെന്ന് വെച്ചു. എന്താണ് സ്പീഡെന്ന് അറിയാലോ. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സ്പീഡോമീറ്റർ ഒന്നും വർക്ക് ചെയ്യില്ല. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഡ്രാസ്റ്റിക്കലി കുറേ ഉണ്ടെന്നല്ല, അത്യാവശ്യം നല്ല കൺട്രോള് വലിയ കാര്യത്തിലില്ലെന്ന് കൺട്രോളുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടത് വെച്ച് ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് കാറാണിത്. ലംബോർഗിനിയാന്ന് തോന്നുന്നത്. പോഷാണോ ലംബോർഗിനിയാണോ ഏതാണോ നോക്കട്ടെ. A handful of corrupt police have transformed the CTOS crime network into a dangerous weapon. Recently leaked footage exposed the abuse, showing members of the Oakland Police Department using CTOS to flag themselves as undercover, enabling them to smuggle drugs and organize hits on members of their own community, all without any fear of reprisal. Councillor Miranda Kamei has asked for an independent task force to investigate. ഇതെങ്ങനെയാ വ്യൂ മാറ്റണേ? ഓ മൈ ഗോഡ്, ടീംസ് വന്നിട്ട് അവനെ കൊന്ന്. That's what happens, okay? So guys, ഇത്രയും മിഷൻസ് ഉണ്ട് നമുക്ക് സൈഡ് മിഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ ഈ മെയിൻ മിഷനാണ് നമുക്ക് ചെയ്യാൻ നോക്കുന്നത്. ഗെറ്റ് ക്രേ വിത്ത് റേ എന്തുവാണ്. ആൻഡ് റേ ഗോട്ട് സം പ്രൈം ഇൻറ്റൽ. ഓ പ്രൈം ഇൻറ്റൽ വളരെ ഇമ്പോർട്ടൻറ്റ്, ரொம்ப മുഖ്യം. ഒരു കണക്കിനൊക്കെ നല്ല വണ്ടിയാട്ടോ. ലൈക്ക് അധികം ഡ്രിഫ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു, പക്ഷേ അത്യാവശ്യം നല്ല വണ്ടിയാണ്. കുഴപ്പമില്ല. ഐ മീൻ GTA ഗെയിം ഫിസിക്സ് വെച്ചാക്കാൻ നേരത്തെ തോന്നുന്നൊന്നുമല്ല. സോ ഉള്ളതിൽ ഇതാണ് നല്ലത്. ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാപ്പു എന്തും പറയണ്ട, ഒരാവശ്യമില്ലാണ്ടാണ് ഞാൻ എടുത്തത്, പക്ഷേ ആവശ്യമുണ്ടായി. ഇതല്ലല്ലോ ആള്. Wait for it. എന്ത്? Wait for what? Well, I was hoping for some kind of dramatic reveal, but my time is... It's a Galilei rocket, so what, man? Yeah, well, that there Galilei rocket is number 4. The satellites they're carrying, all Bloom. Shit. Yeah. It's just got interesting. Those satellites are putting a lot of data out of our reach. This is next level shit, my friend. You've been waiting for your chance to hit Bloom. Well, now we can hit them fucking hard. You're thinking about putting a little something on their next satellite launch and piggybacking into orbit? Uh-huh. You a crazy motherfucker, man. I'm out of this world, baby. Oh, shit. You drive. Yeah. സോ ഗൈസ് നമ്മൾ പോയി ഒരു സാറ്റലൈറ്റ് നമ്മുടെ ടീമിനെ എവിടെ ഓഹോ സോറി ബ്രോ. സോ ഗൈസ് നമ്മുടെ കാർ ഇടിച്ച് പൂസായ കാറാണോ? അല്ല. സോ ഗൈസ് നമ്മൾ പോയി ബ്ലൂമിൻ്റെ സാറ്റലൈറ്റിൽ നമ്മുടെ ഒരു ഇതും കൂടി ഇടാൻ പോവുകയാണ്. നമ്മുടെ ഒരു എന്താ ബാക്ക് ഡോറോ എന്താ അവന്മാർ പറയണത്. ഞാനിപ്പോൾ ഹാക്കർ ലാംഗ്വേജ് ആട്ടാ. ഞാനിപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല, ഹാക്കർ ലാംഗ്വേജ് ഒക്കെയാണ് സംസാരിക്കണത്. ബാക്ക് ഡോറൊക്കെ പണിയാൻ പോവാണ്, അല്ല ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് കേട്ടോ. വിൻഡോസ് 10ഉം
reports of a hostile in your area? Drop me off at the hackerspace. I'll look through our intel on Galilee and talk you through the building. If this works, we'll have a Martian's eye view of Bloom's server farm and all the sweet, juicy data contained therein. A big company like Bloom must have server farms across the country. Well, with any luck, we'll key into one farm and use it to find the others. We've been trying so long to keep up with Silicon Valley, I want DedSec to be on the same playing field. For everything we've done, we still don't know exactly what Dushan's up to. You think we'll find dick pics? Have you been listening in on our convo, Satara? If we get a hold of a Dushan dick pic, we have the ultimate leverage. Yeah, especially if it's small or warty. Guys, And knowing him, his dick probably has its own fucking man bun on it. dude. Hipster dick. I like. Hi, I'm Hipster Dick. I only wear skinny condoms. Yeah, I wasn't circumcised before it was cool. I'm surrounded by children. all right, guys. That's enough. We've upset Pops over here. Now you call when you get to Galilee. They'll have a satellite waiting for you. Me and one of your magic clipper chips. Magic, yes. Clipper chip, go fuck yourself. Ever think you'd make it this far? Honestly, I never thought this far was possible. ഇത് നമ്മുടെ ഒരു ഹൈഡ് ഔട്ടാന്ന് തോന്നുന്നു. Guys, നമ്മുടെ കാറിന് ഒടുക്കത്തെ സ്പീഡാട്ടാ. ഒടുക്കത്തെ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഈ കോപ്സ് നമ്മുടെ പുറകെ വന്നിട്ട് അവർക്ക് നമ്മളോട് എത്തിപ്പിടിക്കാൻ പറ്റില്ല. Ray, man, I gotta tell you, I used to be a sucker for rockets. They were my jam growing up. Don't get too excited, Pee-wee. I've heard of the measures Galilee goes to protect their intellectual property. One wrong move and you'll be in a whole world of trouble. We've been in a world of trouble for a while now. So break down what I gotta do at Galilee. Hold on to your habaneros. I'm downloading a schematic of the building. Just let me know when you get there. Yo, Marcus, want me to sing you a driving song? Well, I do have a radio wrench. Thanks anyways. Yo, Tebow, want me to sing you a hacking song? Drive faster, Marcus. ഓ അങ്ങോട്ടാണോ? ഒരു സെക്കൻഡേ. ഇവിടെ നല്ല നല്ല കാറാട്ടാ. All right, T-Bone, I'm here. I got the building layout in front of me, but I'm blind over here. I can patch you in through the surveillance system. There's a little checkpoint leading to the building. The CCTV network runs through there. I'll see what I can do. ഇതാണോ? Oh, whoa. Look at this, guys. Look at this. ഇത് എവിടെയെങ്കിലും തുടങ്ങണ്ടേ? ഇവിടെ തുടങ്ങും. ഓക്കെ. ഓക്കെ, ഇതിലെട്ടായി. ഇനി ഇതിലെട്ടായി. ഇല്ല, അതിലേട്ട് കൊടുത്തിട്ട് ഓക്കെ. അപ്പോൾ ഇതിലായിട്ട് ഒരു പവർ തന്നെ എങ്ങനെ വരുത്തും? ഇതിങ്ങനെ പക്ഷെ എന്നാലും ഇതിലായിട്ട് പവർ വേണമല്ലോ. വേണ്ടല്ലേ? ഇത് ഭയങ്കര ട്രിക്കി ആട്ടോ. പക്ഷെ നോം വിട്ടുകൊടുക്കില്ല. യെസ്, നമ്മളവസാനം അത് ചെയ്തു ഗൈസ്. വാ, ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം നോക്കാം.
can see. It's a miracle, Marcus. Excellent. You got my back now? I got your back, your fourth, and your side to side, bro. Dope. Welcome to Galilee. From here, you want to get to the clean room. It's environmentally controlled, full of sensitive equipment, so try not to leave any prints. What's in the clean room? The chip I gave you is no good without a Mobo. If I'm reading this brief correctly, the kind we're looking for are stored there. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറണം അല്ലേ? ഇതെന്ത് സാധനം? ഷോപ്പോ? ഇതൊക്കെ എന്ത് ശോകമാണ്. ഇവിടെ എന്താ സംഭവം നോക്കട്ടെ. ഇവിടെ Greetings to you. Hey, what's up? Yeah. ഇയാളെ ഞാൻ ഇനി എങ്ങനെ Oh, baby! Keep it in your pants, Marcus. They've got the whole place locked down with trip lasers and guys with guns. സോ ഗൈസ്, ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് മരിച്ചു. കുഴപ്പമില്ല, നമുക്ക് അതുകൊണ്ട് കുറേ ആൾക്കാരെ മാർക്ക് ചെയ്യാൻ പറ്റി. കണ്ടാ തേണ്ടികൾ എങ്ങനെങ്കിലൊക്കെ നൈസായിട്ട് നീങ്ങണം എന്നേ. ഭയങ്കര പണിയാണത്. അവിടെ രണ്ടുപേരുണ്ട്. നമുക്ക് ഈ വഴി നീങ്ങി നോക്കാം. നോക്കി എങ്ങനെങ്കിലും അവനൊന്ന് ഇവിടെ എടുത്തിട്ടുണ്ട്. അവിടെ പോയി അവനെ പിടിച്ചു കഴിഞ്ഞാൽ അവര് കാണും. പക്ഷെ അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ. ആരും കാണാണ്ടിരുന്നാ മതിയുള്ളൂ. വേഗം ഇങ്ങോട്ടേക്ക് പോവാ. Everything is in order. This is fucking nuts. Let's go. Mine surrender. ഞാൻ ഇതിനെ പൊക്കിയതാ, പക്ഷെ ബാധ്യത്തിന് പൊക്കിയില്ല. ഓക്കെ, അവിടെ ഇനി ഒരാളല്ലോ. ഒരുത്തൻ വന്നുണ്ട്. അണ്ണൻ വന്നിട്ട് എവിടെ? Status all clear. Response sequence initiated. ഓക്കെ, അവനെ നമ്മൾ എങ്ങനെയൊക്കെയോ ഇപ്പോൾ ലൗച്ചിനെ അടിച്ചു കഴിഞ്ഞാൽ അറ്റാക്ക് ആണല്ലേ. അതായത് സ്നേഹിച്ചു കൊല്ലും. അതാണ് ആ റോബോട്ട്. അയ്യോ, കണ്ട് ഓടിക്കോ മുത്തേ, ഓടിക്കോ. പിന്നെ ആഴ്ചനെ പൊക്കി നട്ട് ജസ്റ്റ് നടന്ന് മിസ്സായത്. Code 3. Proceed to alarm location. Live alarm. Location sent. Needed 1013. ഇനി എന്താണ്? ക്യാമറ ഇല്ല ഇവിടെ ഒന്നും. ഇപ്പുറത്തെന്താ ഉള്ളത് നോക്കട്ടെ. അത് പോയി ഹാക്ക് ചെയ്താലാ. ഇവിടെ ആരാണ് എന്നെ കാണുന്നത്? ഇവിടെ ആരുമില്ലല്ലോ. അത് വിഷയമല്ല.
Heads up. Get out here. Clear. ഇപ്പൊ കണ്ടേനെ അവൻ. ഓ സ്പീഡ് കൂടി കഴിച്ചു. ഓക്കെ, ഇവിടെ നിന്ന് എന്തോ ഹാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താണ് ഹാക്ക് ചെയ്യാനുള്ളത്? ഇപ്പോൾ ആക്സസ് കാർഡ് കിട്ടി. ഇനി നമുക്ക് കൂളായിട്ട് എല്ലായിടത്തും കയറാമെന്നാണ് എനിക്ക് തോന്നുന്നത്. My systems are operating optimally. Fuck. This is fucking nuts. Okay, I got this shit. Nothing's gonna happen. It's all good. ഇതിന് മുകളിലാണല്ലേ? All right, it's okay. ഇതിൻ്റെ ഉള്ളിൽ എന്ത് സർക്യൂട്ടൊക്കെ ഉണ്ടാക്കണം ഗൈസ്. ഓ മൈ ഗോഡ്, ഞാൻ ആ കാര്യം മറന്നുപോയി. സോ ഗൈസ്, നമ്മളെല്ലാ നേരം ഈ ജമ്പർ ഇട്ട് കഴിഞ്ഞാലേ യൂബിസോഫ്റ്റിൻ്റെ ഫീച്ചർ വെച്ച് ഇവിടെയാണെങ്കിൽ നമ്മൾ സ്റ്റക്കാണ്. നമുക്ക് ചാടാനും ഓടാനോ ഒന്നും പറ്റില്ല. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? Sorry, buddy. This is a hands-on operation. Your hands. ഓക്കെ, മാനുവലി മോഡിഫൈ ചെയ്യണം അല്ലേ? Well done. Now let's see, where do they keep the mobos in there? It's cool, I got this. മോഡിഫൈ ചെയ്ത മദർ ബോർഡ് എന്നാണ്. എന്തോ വലിയ ടെക് സാധനമാണ് ചെയ്യണത്. ഫസ്റ്റ് മിഷൻ തന്നെ നമ്മൾ മറ്റേ ബ്ലൂമിൻ്റെ ഇതിൽ കയറിയിട്ട് സീറ്റോസ് എന്ന് പറഞ്ഞാൽ ബ്ലൂമിൻ്റെ സെക്യൂരിറ്റി തന്നെ, അതിൽ കയറിയിട്ടൊരു ബാക്ക് ഡോർ ഇട്ടില്ലേ, അതുപോലെ. All right, kid. Plant my magic non-clipper chip in that rocket, and ding! Fries are done. The RC's not gonna be able to hold on to the board. Ah, damn, if only we had somebody there with working hands. Touche. You know, my dad took me to the Air and Space Museum when I was like 10 years old. That was nothing compared to this. Rockets and dinosaurs, man. I mean, you never outgrow them, right? From those early explorers across the oceans, the elements have shaped the vessels. A boat's exterior must be shaped a certain way to ensure it rides the waves and reaches its destination with as much efficiency as possible. Planes harness and ride our planet's winds, and that is reflected in the design of their wings. But what about the big spaceships we'll be flying much sooner than we expect? What will they look like? There's no water or air to contend with out there, so there's no need for the fancy wings, the pointed nose, the cockpit. In fact, far-reaching spaceships may, by necessity, be a giant aesthetic step backwards. People don't want to hear this. They think sleek, streamlined. The reality, when you're dealing with things like radiation and space dust, is you're going to want as much shielding between you and the ship's exterior as you can get. Imagine how that will look. I bet you're thinking of the Borg, aren't you? I promise we'll try to do at least a little better than the cubes. ഇതെങ്ങനെ അൺലോക്ക് ചെയ്യും? ഓക്കെ, ഇവിടെ എന്തോ ഇവനും കൂടി ഉള്ളു. നമുക്ക് ഇവനങ്ങ് പൊക്കിയാലോ? That thing possessed or what? The fuck are you? യുവർ ഫാദർ, സോ ഷോ സം റെസ്പെക്ട്. അല്ല പിന്നെ
ഇനി മുകളിലോട്ട് കയറാൻ പറ്റില്ലേ? ഓ ബോയ്സ്, ഐ തിങ്ക് ഐ എം സ്റ്റക്ക്. സോ ഗൈസ്, ഈ വഴിയാണ് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറണം അല്ലേ? ഹൗ ഡു ഐ ഡു ദാറ്റ്? ഇവിടെ ക്യാമറ ഉണ്ടാവും? ഇല്ല. മുകളിലോട്ട്, ഓ ഓഫ് കോഴ്സ്. ഗൈസ്, ചുമ്മാ കയറിയാൽ മതി എന്ന് തോന്നുന്നു. അപ്പൊ ആ മറ്റേ റെഡ് എന്തെന്നാ? Nothing to report. വാ, നമുക്ക് മദർ ബോർഡ് ഇടാം. എന്തോന്നറിയത്? ഇടോ, ഇയാളത് മോഷ്ടിച്ചോ? എന്തായാലും ഒരെണ്ണെടുത്ത് വെക്കല, അപ്പൊ ഒരെണ്ണം കൊണ്ടുപോകണോരാ. All right, where's the funny bone at? Don't forget the water on the knee. Hey, Ray, you think I can officially put rocket scientist on my resume now? What do I look like, a career counselor? Done. Yeah! Beautiful. Now get out of there. ഇതിന്റെയൊക്കെ മേളിൽ കയറായിരുന്നല്ലേ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇതെന്താണ്? I'm sorry, but I'm gonna get real here for a second. So if you've got little ones around or you're sensitive to strong language, please move on to one of my other recordings. Okay, so can we talk about how fucking badass space is? I mean, really, people want to cut funding in our field and spend more money on finding ways to destroy our own planet with no escape plan. And what's our only option for escape? Space. We are the pinnacle of evolution on our planet, an impossibly complicated biological machine capable of creating our own machines, and we're more focused on finding ways to kill ourselves more efficiently. What the fuck, Earth? Get your shit together. One of my core philosophies at Galilei is to start being realistic. No more dreaming, we're doing. We're tired of shaking our heads and playing nice. We're going to solve this space problem, and we're going to take you with us. Your compliance is appreciated. ഞാനിതിടാം. ഓക്കെ, ഫാൻസില് യോ ഇത് ഉണ്ടായിട്ടാണ് ഞാൻ ഇതുവരെ അത് ഉപയോഗിക്കേണ്ടത്. ദാറ്റ്സ് സോ സാഡ് ഗൈസ്. ആക്ച്വലി മിഷൻ തീരാറായിട്ടോ, ഇപ്പോൾ തീരും. സോറി, ഞാനിത് അറിയാണ്ട് ഡീവിയേറ്റ് ചെയ്ത് പോയി. ബാഗ്, വേറെ ബാഗോ? ഓ മാൻ, നമ്മുടെ കയ്യിൽ ഇത്ര സാധനങ്ങൾ ഉണ്ടായിട്ടാണ് ഞാൻ മാസ്ക്. യോ ഗൈസ്, നമ്മുടെ കയ്യിൽ മാസ്ക് ഉണ്ടാ, ഇത്ര ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ എന്ത് മണ്ടനാ. ഇതെടുക്കാല്ലേ? അല്ല ഇല്ലേ? സോ ഗൈസ്, ഇതാണ് എൻ്റെ പുതിയ ലുക്ക്. ആൻഡ് നമുക്ക് പോവാം. ലീവ്, വേഗം പോവാം. എൻ്റെ കാർ ഇവിടെ കണ്ടു ഗൈസ്. എൻ്റെ കാറ് പോയി ഗൈസ്. നോക്കി, നല്ല കിണ്ണം കാറ്. ഇലക്ട്രിക് ഗൈസ്. And that, kids, is how you bug a satellite. I've got a sack full of cookies waiting here for you. It'll be a while before the rocket's ready to launch. We'll call you when it's time. Until then,
Go buy yourself something pretty. Or don't. I mean, I don't really care what you do. P.S. There are no cookies. അവനെന്തായാലും ഈ ചെളിയിൽ നിന്ന് വണ്ടി എടുക്കുമെന്ന് എനിക്ക് തോന്നാം. ഞാൻ എടുക്കാം മാറ്. Marcus, the rocket's being prepped for takeoff. Yeah! Get your ass back here. Launch party! Danger zone. So guys, ഞാൻ നോക്കിയായിരുന്നേ മറ്റേ കാറ് ഒക്കെ അങ്ങനെ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കാർ ഓൺ ഡിമാൻഡിൽ കയറിയിട്ട് പെർഫോമൻസ് കാർ നോക്കിയപ്പോൾ ഡേഞ്ചർ സോൺ, ടോപ്പ് സ്പീഡ് എല്ലാം ഫുള്ള്, ഡ്യൂറബിലിറ്റി ഇല്ല, പെട്ടെന്ന് ചീത്തയാവുന്നു തോന്നുന്നു. ഇതാണ് നമ്മുടെ കാറ്. കോപ്പറേറ്റ് ഞാൻ കുറച്ച് നേരം ഇതൊന്ന് ഓടിക്കട്ടെ. സോ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് വാട്ട് എവർ ഐ ഡിഡ് ടുഡേ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. സോ until we meet again, be awesome guys, be awesome.